ടയറ് വെട്ടിത്തേയുന്ന കംപ്ലൈന്റ് ആയിട്ട് ഈ ലോവറാമിന്റെ ബുഷായിരുന്നു കംപ്ലൈന്റ് കാണണ്ട. ഇവിടുന്ന് കണ്ടോ അകത്ത് റബ്ബറിന്റെ ബുഷ് പുറത്തോട്ട് തള്ളിയിരിക്കണ കണ്ട. അപ്പൊ ഇതായിരുന്നു കംപ്ലൈന്റ്. ടയർ വെട്ടിത്തേഞ്ഞ് വരുന്നുണ്ട്. ലോവറാമിന്റെ ബുഷാണ് ഈ കാണുന്നത്. ടയർ വെട്ടിത്തേഞ്ഞ് വരുന്നത്. അപ്പൊ ആ കംപ്ലൈന്റ് നമ്മൾ അയച്ചത്. അയച്ച സമയത്ത് ജസ്റ്റ് ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് ഷോക്ക് കണ്ടോ, പോളോണ് വണ്ടി, ഷോക്ക് ഫുള്ള് ലീക്ക് ആയിരുന്നു കേട്ടോ. ചുമ്മാ ചെക്ക് ചെയ്ത് നോക്കിയാണ്. ചെക്ക് ചെയ്ത് നോക്കിയതേ കണ്ടോ ഷോക്ക് വെറുതെ പഴം പോലെ കിടന്ന് പ്ലേ ആണ്. നമ്മൾ ഷോക്കും ചേഞ്ച് ചെയ്തു. ഇപ്പൊ ലോവറാമിന്റെ ബുഷും ചേഞ്ച് ചെയ്തു. അപ്പൊ നിങ്ങൾ ടയറൊക്കെ മാറുന്നുണ്ടെങ്കിൽ ലോവറാമിന്റെ ബുഷോ അങ്ങനെയുള്ള ബുഷുകൾ കംപ്ലൈന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ബുഷ് ചേഞ്ച് ചെയ്തതിന് ശേഷം മാത്രം ടയർ ചേഞ്ച് ചെയ്യുക. ഇതല്ലാന്നുണ്ടെങ്കിൽ ടയർ പെട്ടെന്ന് വെട്ടിത്തേഞ്ഞ് പോകുന്നുണ്ടോ. ഇതിന്റെ ടയർ വലിയ അത്യാവശ്യം പഴക്കം ടയറായിരുന്നു, അതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായില്ല. കുറച്ച് വെട്ടിത്തേഞ്ഞ് പോയി. നമ്മളപ്പോ ഈ ലോവറാമിന്റെ ബുഷ് മാറ്റിയിട്ടിട്ടുണ്ട്. പുള്ളിക്കുന്ന ടയർ മാറാനുള്ളതാണ്. ടയർ മാറ്റി വണ്ടി ഓടിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ ടയർ പുത്തൻ ടയറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ബുഷ് കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ ടയർ പെട്ടെന്ന് ഒരു സൈഡ് അങ്ങോട്ട് വെട്ടിത്ത് ചിലപ്പോൾ ഇൻസൈഡോ അല്ലെങ്കിൽ ഔട്ട് സൈഡോ ഏതെങ്കിലും ഒരു സൈഡ് മാത്രം വെട്ടിത്തഞ്ഞാണ് പോകണ്ട. അപ്പൊ അതിനുള്ള കാരണക്കാർ ഈ ബുഷുകളൊക്കെ ലോവറാമിന്റെ ബുഷോ അത് ബോൾ ജോൺസിന്റെ കംപ്ലൈന്റ് ഒക്കെ വരാം. ഏറ്റവും കൂടുതൽ കംപ്ലൈന്റ് ഈ ലോവറാമിന്റെ ബുഷ് ഉണ്ടാകും കേട്ടോ.